മൂന്നാമത്തെ സൂത്രം എങ്ങനെയെന്ന് വെച്ചാൽ അത് ആത്മാവിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പശു വിളക്കം, പശു വിളച്ച പശു, പതി, പാസം. അതിൽ ഒന്ന് പതി എന്ന് പറയുന്നത് ശിവൻ, പാസം എന്ന് പറയുന്നത് 96 തത്വങ്ങളുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ പശു എന്ന് പറയുന്നത് ആത്മ എങ്ങനെ, അതിനുള്ള ഡെഫിനിഷനാണ് ഇതിൽ വന്ന് ഈ പറയുന്നത്. ഉളത് ഇലത് എൻറ്റലിൻ எனது உடல் என்றலின் ஐம்புலன் ஒடுக்கம் அறிதலின் கண்படில் ஒண்டிவினை இன்மையின் ഉണർത്തലിൻ മായാ യേന്ദ്ര ധനുവിനുൾ ആത്മ. അതായത് ആത്മാ എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഫിസിക്കൽ ബോഡി. എനത് ഉടൽ എൻ്റലിൻ, അതായത് ഇപ്പോൾ എൻ്റെ ദേഹം അപ്പം എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വേറെ ദേഹം വേറെ നല്ല വരുന്നത്. എൻ്റെ ദേഹം, എൻ്റെ കൈ, എൻ്റെ തല. അപ്പോൾ ഒന്ന് നിങ്ങളുടെ ഈ ഓണർ, ഇതിൻ്റെ ഓണർ ഒന്ന് വേറെയാണ്. അത് കാരണം വെച്ചാൽ ഇത് ധനു, കരണം, ഭുവനം, ബോഹം എന്ന് പറയുന്നത് ധനുവാണ്. ഇത് ഒരു ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓണറാണ് ആത്മാവ്, അല്ലാതെ ഈ ദേഹം അല്ല എന്നുള്ളത് ആദ്യം ക്ലിയർ ചെയ്യണം, അറിയണം. അതിനു വേണ്ടിയാണ് അത് പറയുന്നത്. ഐമ്പുലൻ ഒടുക്കം അറിതലിൻ, അതായത് നിങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെ ആത്മാവ് അങ്ങനെയൊന്നും പറയാൻ ഒക്കില്ല. ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെ ആത്മാവെന്ന് ചില സിസ്റ്റം, ഫിലോസഫി സിസ്റ്റം പറയുന്നുണ്ട്. അത് കറക്റ്റ് ഇല്ല എന്നാണ് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജ്ഞാനേന്ദ്രിയങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ செயல்படுത്താനുള്ള കറണ്ട് അതാണ് ആത്മാവ്. ജ്ഞാനേന്ദ്രിയങ്ങൾ നിങ്ങൾ പറയുന്നത് ഉറങ്ങുമ്പോൾ അത് വർക്കാവുന്നില്ലല്ലോ, വർക്കാവുന്നില്ല. അപ്പോൾ അതിലെന്ന് വെച്ചാൽ അപ്പോൾ അത് തന്നെ ആത്മാവെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആത്മാവെന്ന് പെർമനൻ്റ് എൻറ്റിറ്റി, അതിന് ഇങ്ങനെ ഡിസ്കണക്റ്റ് ആയി നിൽക്കില്ല, എപ്പോഴും കോണ്ടാക്റ്റിലിരിക്കുന്ന. അപ്പോൾ ഐമ്പുലൻ ഒടുക്കം അറിതലിൻ, അത് ഐമ്പുലനല്ല, ജ്ഞാനേന്ദ്രിയങ്ങളില്ല. ശരി. കൺപടിൻ ഉണ്ടി വിനയിന്മയിൽ, നല്ല ഉറക്കത്തിൽ നിങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും செயல்படாതെയാണ് പോകുന്നത്. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളും ആത്മാ അല്ല. ഉണർത്തലിൻ, അത് ശിവൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ തന്നെ അത് ശിവനെ ചെന്ന് ചേരാൻ ഒട്ടും. അങ്ങനെ ഇത് മായ യേന്ദ്ര തനുവിനുൾ ആത്മാ, അതായത് നമ്മുടെ ആത്മാവ് പഞ്ചഭൂതത്താലായ ഒരു ഇതല്ലേ നമ്മുടെ ദേഹം. മായ യേന്ദ്രം, ഇത് മെഷീൻ, അതിൻ്റെ അകത്ത്, അത് ധനു എന്ന് എല്ലാവരും വിളിക്കുന്നു, അതിൻ്റെ അകത്ത് അടപെട്ട് കിടക്കുകയാണ്. ഒരു കിളി ഒരു കൂട്ടിൻ്റെ അകത്ത് അടപെട്ട് കിടക്കുന്നത് പോലെ ആത്മാവെന്ന് എന്തെന്ന് വെച്ചാൽ പഞ്ചഭൂതത്തിൻ്റെ മിക്സറായ ഈ ദേഹം. എന്തുകൊണ്ട് പഞ്ചഭൂതത്തിൻ്റെ മിക്സർ? പഞ്ചഭൂതങ്ങൾ ചേർന്നുള്ള ഫിസിക്കൽ ബോഡിയിൽ പഞ്ചഭൂതങ്ങളല്ലേ ചേർന്ന് നിൽക്കുന്നത്. എന്തോന്ന് അപ്പോൾ നിങ്ങൾ ശിവയോഗത്തിൽ പറയുന്ന പുറത്ത് പഞ്ചഭൂതം ഇരിക്കുന്നു, ഞങ്ങളുടെ അകത്തും പഞ്ചഭൂതം ഇരിക്കുകയാണ്. മൂലാധാരം, എർത്ത്, സ്വാധിഷ്ഠാനം, വാട്ടർ, മണിപൂരകത്ത്, അഗ്നി, അനാഹതം, വായു, വിശുദ്ധി, ആകാശം. അതിൻ്റെ കൂട്ടുറവിലാണ് വാതപിത്ത കഫം. അതിൻ്റെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനാണ് ബാക്കിയെല്ലാം. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, തന്മാത്ര, ഇങ്ങനെ എല്ലാ ഇതുമെന്ന് അതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ വിടുപെട്ട ആത്മാ എന്തെന്ന് വെച്ചാൽ ഈ മായ യന്ത്ര ധനു എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ബോഡിയിൽ അടപെട്ട് കിടക്കുകയാണ്. ഫിസിക്കൽ ബോഡിയിൽ അടപെട്ടിരിക്കുന്ന ഈ ചൈതന്യമാണ് ഇത്. അപ്പോൾ ഇത് ഉണർത്തിയാൽ ഉണരും. അത് ശിവൻ്റെ അനുഗ്രഹം. അവനരുളാൽ അവൻ താൾ വണങ്ങി. ശിവൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ശിവനെ നോക്കി ധ്യാനം ചെയ്യാനും യോഗ ചെയ്യാനും ശിവനെ ചെന്ന് അടയാനുമുള്ള ഒരു എണ്ണം ഇതിന് വരും. അപ്പോൾ ഇതാണ് ആത്മാവെന്ന് പറയുന്നത്. ഇപ്പോൾ ആത്മായുടെ എന്തെന്ന് വെച്ചാൽ അത് ഒരു ലൈറ്റ്. ശിവൻ കോടി സൂര്യപ്രകാശം എന്ന് പറയുന്നത് മറ്റേ ഇത് ഒരു മിനിയേച്ചർ വേൾഡ്. മിനിയേച്ചർ ചെറിയ ഒരു ലൈറ്റ് ഫാമിലിരിക്കുന്നതിന് ആത്മാവ്. ഇത് പറയുമ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരുമന്ത്രത്തിൽ പറയുന്നത് ആത്മാവിടെ സൈസ് എന്തോന്നെന്ന് ചോദിച്ചാൽ ആത്മാവെന്ന് ഒരു പശുവിൻ്റെ മുടിയെ 1,00,000 ഡിവൈഡ് ചെയ്താൽ എന്ത് വരുന്നോ ആ അളവ് മൈന്യൂട്ട് ലൈറ്റാണ് ആത്മാവ് എന്നുള്ള ഒരു
ഇൻഫർമേഷൻ പറയുന്നുണ്ട്. രണ്ടാമത് ഇത് എവിടെ ഇരിക്കുന്നു അങ്ങനെയെന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇത് വന്ന് ഇരിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ബുറുവമധ്യ ജാഗ്രതത്തിൽ ബുറുവമധ്യയിൽ ജാഗ്രതത്തിൽ ബുറുവമധ്യയിലാണ് ഇരിക്കുന്നത്. ജാഗ്രതത്തിൽ. അതേസമയം നിങ്ങൾ ഒന്ന് സ്വപ്ന സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അത് ഒന്ന് വിശുദ്ധിയിൽ അത് ലിങ്കായി നിൽക്കും. സ്വപ്നമാകുമ്പോൾ വിശുദ്ധിയിൽ ലിങ്കായി നിൽക്കുമ്പോഴാണ് സ്വപ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് രാത്രി ഈ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്ന ഉറക്കമൊന്നും 100% റിലാക്സ് അല്ല. നിങ്ങൾ കാലത്ത് ടയർഡായിരിക്കും. കാരണം വെച്ചാൽ ഫിസിക്കൽ ബോഡി ഫുൾ റെസ്റ്റ് അല്ല. സ്വപ്നത്തിൽ നിങ്ങൾ ഒരു ഫോറസ്റ്റിൽ പോയതുമാതിരി ഇരിക്കും. അത് അവിടെ ഒരു മൃഗങ്ങളെ കണ്ട ഇതെല്ലാം നിങ്ങൾക്ക് നേരെ കണ്ട ഏത് റിയാക്ഷൻ ബോഡിയിലും മൈൻഡിലും ഉണ്ടാകുന്നോ അതേ ഇത് സ്വപ്നത്തിലും ഉണ്ടാകും. അപ്പോൾ അത് വന്ന് ഒരു ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതൊക്കെ വന്ന് ഇൻവോൾവ്മെൻറ്റിൽ എനർജി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വപ്നം. ഇതൊന്നും പെർഫെക്റ്റ് സ്ലീപ്പല്ല. ആ സ്റ്റേജിൽ ആത്മാവൊന്ന് വിശുദ്ധിയിൽ ഇരിക്കും. മറ്റെവിടെയായിട്ടുള്ള സ്റ്റേജ് വെച്ചാൽ നല്ല ഡീപ്പ് സ്ലീപ്പിൽ എന്തോന്നെന്ന് വെച്ചാൽ അനാഹതത്തിൽ செயல்படும். എന്തോന്ന് അനാഹതത്തിൽ செயல்படும். ഇതാണ് ഓർഡിനറി മനുഷ്യനൊക്കെയുള്ളത് അനാഹതം. പക്ഷേ യോഗികളും ജ്ഞാനികളും എന്തെന്ന് വെച്ചാൽ അതിനെ തുര്യാതീതം എന്നുള്ള സ്റ്റേജിൽ പോകുമ്പോൾ അത് വന്ന് സ്വാധിഷ്ഠാനത്തിലും മൂലാധാരത്തിലും പോകും. നിറയെ പേർക്ക് അറിഞ്ഞൂടാ. തുര്യാതീതം മനുഷ്യന് 2 ലെവലിലും ഉണ്ട്. മൂലാധാരത്ത് അൺകോൺഷ്യസ് മൈൻഡിൽ ഒരു തുര്യമുണ്ട്. അതിലൊക്കെ എത്തുന്ന ഒരു സിദ്ധറാവും. സിദ്ധികളെ കാണിച്ച് സിദ്ധർന്ന് ആകും. ആ സിദ്ധர்கள் കൂടെ ചിലപ്പോൾ തിരിച്ചും ജന്മം എടുക്കേണ്ടി വരുന്നതാണ് അതിൻ്റെ റൂള്. അത് വന്ന് തന്നെ അവർ കവികളൊക്കെ പാടിയും ജനങ്ങളെ വഴി നടത്തുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ അതേമാതിരി മുകളിൽ നിങ്ങൾ വന്ന് ദുര്യാതീതം എന്ന് പറഞ്ഞാൽ ഗുരുമണ്ഡലത്തിൽ ദുര്യവും നിരാധാരം അതിൻ്റെ മേൽ പരമാണുള്ള ദുര്യാതീതവും വരും. അത് അവർ വന്ന് ജ്ഞാനികൾ. അപ്പോൾ അവർക്കാണ് ജന്മങ്ങളില്ലാത്തത്. അപ്പോൾ ദുര്യാതീതം എന്നുള്ള നിറയെ പറയുന്നതല്ലാതെ ആ ദുര്യാതീതത്തിൽ ആത്മാ 2 സ്ഥലത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ദുര്യാതീതത്തിൽ മൂലാധാരത്തിൽ കൊണ്ട് നിലകൊള്ളുന്ന ആത്മാവ് അവർക്ക് വന്ന് അവർ ഈക്വൽ ടു സിദ്ധന്മാർ. അവർ സിദ്ധലോകത്ത് നിലകൊള്ളും. അവർ ശിവൻ്റെ അനുഗ്രഹം ഉള്ളവർ തന്നെ. പക്ഷേ അത് ശിവലോകത്തിൻ്റെ ഒരുപടി താഴെയുള്ള ലോകമാണ് ഈ സിദ്ധലോകം. അതിലും ഉണ്ടാവും. അതേസമയം ദുര്യാതീതം വന്ന് നിരാധാരത്തും പരമാണുവിലും എത്തുന്നവർ ജ്ഞാനി. അവർ ശിവനോട് ഒന്നായിട്ട് കലർന്ന് അവർക്ക് വീണ്ടും ജന്മമില്ല. അവർക്കൊന്ന് സെപ്പറേറ്റ് പേരില്ല. അവർ ശിവമായിട്ട് കഴിയും. ഇങ്ങനെ 5 അവസ്ഥകളുള്ളതാണ് ഇത് ആത്മാവ്.